അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക് വഅളീമി സുൽത്താനിക്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി ത്വയ്യിബീന ത്വാഹിരീൻ وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരമകാരുണികനായ അള്ളാഹുവിന്റെ കൃപയും കാരുണ്യവും രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. ഒരു വ്യക്തി യാത്ര ചെയ്യുകയാണ്. യാത്രക്കിടെ അദ്ദേഹം പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. ചെടികളും മരങ്ങളും അതുപോലെയുള്ള കാർഷിക തോട്ടങ്ങളുമൊക്കെ അദ്ദേഹം കണ്ട് ആ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് തന്റെ വീട്ടിലും ഏതാനും ചെടികൾ നടണം എന്നൊക്കെയുള്ള മോഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിക്കുകയാണ്. അദ്ദേഹം ചെടികൾ വിൽക്കുന്ന ഒരു നഴ്സറിയിൽ പോയി. ആ നഴ്സറിയിൽ പോയി നല്ല മാങ്ങ കായ്ക്കുന്ന ഒരു മാവിന്റെ ചെടി അദ്ദേഹം പണം കൊടുത്ത് വാങ്ങി. അത് തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വളരെ ശ്രദ്ധയോടുകൂടെ ആ മാവിൻ തയ്യ് കുഴിയെടുത്ത് അതിൽ നട്ട് അതിനെ പരിപാലിച്ച് വളരെ പ്രാധാന്യപൂർവം അത് വളർത്തിക്കൊണ്ടുവരികയാണ്. ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടു, വർഷങ്ങൾ പിന്നിട്ടു. അങ്ങനെ ഏതാനും വർഷങ്ങളായപ്പോൾ അദ്ദേഹം നിരന്തരം അത് നോക്കാറുണ്ട്. തന്റെ വീട്ടുകാരോട് ആ ചെടിയുടെ വളർച്ചയെ സംബന്ധിച്ചും അതിന്റെ പരിപാലനത്തെ സംബന്ധിച്ചും ഒക്കെ നിരന്തരം ഉണർത്താറുണ്ട്. വീട്ടുകാർക്കറിയാം അദ്ദേഹം ആ ചെടിയെ നന്നായി നോക്കുന്നു, പരിപാലിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹമാണത്. അങ്ങനെ ആ ചെടി വളർന്ന് വലുതായി. അതിന് കൊമ്പുകളും ചില്ലകളും ഒക്കെയായി. അതില് പൂവ് വന്നു. അതിന്റെ മാങ്ങ കായ്ക്കാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹത്തിന്റെ ആ മനസ്സിലുള്ള സന്തോഷം, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക. ആ മനുഷ്യന് ആ ചെടി, ആ മാവിൻ തൈ നട്ട് വളർത്തി ഇന്നതാ അതിന്റെ കായ്ഫലം അതിലെ ആ ചെടിയില് വളർന്ന് വലുതായി ഒരു മരമായി. ആ മരത്തിന്റെ ആ മാവിന്റെ മുകളിൽ ധാരാളം മാങ്ങകൾ, മാമ്പഴങ്ങള് ഉണ്ടായിരിക്കുകയാണ്. ഈ രൂപത്തില് മുസ്ലിം സമൂഹം അവരുടെ കുടുംബത്തിൽ, അവരുടെ ഓരോ മുസൽമാനും തന്റെ ജീവിതത്തിലെ മറ്റുള്ളവരുമായിട്ട് തന്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ തന്റെ അയൽവാസികൾ, അതുപോലെ സമൂഹത്തിലെ നല്ല മനുഷ്യർ, ഇങ്ങനെ എല്ലാവരുമായും ഹൃദയബന്ധം സ്ഥാപിക്കുവാൻ, ഹൃദയബന്ധം നട്ടുവളർത്തുവാൻ ഓരോ മുസൽമാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രമല്ല, കുടുംബത്തിലെ മാതാപിതാക്കളും മക്കളും തമ്മിൽ മാത്രമല്ല, ജ്യേഷ്ഠാനുജന്മാരും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളും മാത്രമല്ല, അയൽവാസികളോടുള്ള ബന്ധങ്ങൾ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും മുസ്ലിം സമൂഹം തന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ കുടുംബ ബന്ധുക്കളും അയൽവാസികളും അതുപോലെ സമൂഹവുമായിട്ടൊക്കെ, നല്ല മനുഷ്യര്, സത്യവിശ്വാസികൾ, അവരുമായിട്ടൊക്കെ ഒരു ഹൃദയ ബന്ധമുണ്ടാകണം. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ? ഇന്ന് കാലത്ത് ഒരു സുഹൃത്ത് പറയുന്ന സംഭവം, അതായത് അദ്ദേഹത്തിന്റെ നാട്ടില് മാതാപിതാക്കളും അതുപോലെ തന്നെ മക്കളും
അങ്ങനെ ഉമ്മയും മക്കളുമൊക്കെ ഒരു ഭാഗത്ത് പിതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണ്. ഇറക്കി വിട്ട് എന്ന് മാത്രമല്ല, എന്തിന്റെ പേരിലാണ് ഇറക്കി വിടുന്നത്? അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹത്തിന് മുമ്പേ പോലെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ദൗർബല്യം കണ്ടുകൊണ്ട് തന്റെ വീട്ടുകാരാ മനുഷ്യനെ ഒഴിവാക്കാൻ, എന്നിട്ട് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വീട്ടിലൊരു പെൺകുട്ടിക്ക് കല്യാണം വന്നപ്പോൾ ആ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള വലിയായി നിൽക്കേണ്ടുന്ന പിതാവിനെ ഈ സ്ത്രീയും കുട്ടികളും ഒന്നും അടുപ്പിക്കാതെ, അവരോട് പറയാതെ, ഒരു ആൾക്ക് പണം കൊടുത്ത്, ഒരു മുസ്ലിയാരായിട്ടുള്ള അല്ലെങ്കിൽ മൗലവിയായിട്ടുള്ള ആൾക്ക് പണം കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹം ഈ കുട്ടിയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്ത് വിവാഹം കഴിച്ചു കൊടുത്തൊരു സംഭവം പറയുകയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ സമൂഹത്തിലെ മാതാപിതാക്കള്, അതുപോലെ തന്നെ മക്കളും മാതാപിതാക്കളും, ഭാര്യയും ഭർത്താവും, അതുപോലെ തന്നെ ബന്ധുക്കൾ തമ്മില്, അയൽവാസികൾ തമ്മില് ബന്ധങ്ങളൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾ നട്ട് നനച്ച് പരിപാലിച്ച് വളർത്തേണ്ടുന്ന ബാധ്യതയുള്ള വിശ്വാസികൾ ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്നതിലാണ് അവരുടെ മിക്ക പ്രവർത്തനങ്ങളും ഉള്ളത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മാതൃക എന്ന് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? 33 അധ്യായം സൂറത്തു അഹ്സാബിലെ 21 വചനത്തിൽ കാണാം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ തീർച്ചയായും ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ് മാതൃക? അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, പരലോക വിജയം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ റസൂലില് ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളതാ. നമ്മൾ റസൂലുള്ളാന്റെ ചര്യ, റസൂലുള്ളാന്റെ മാർഗം, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് മക്കളോടുള്ള ബന്ധം, എങ്ങനെയാണ് അയൽവാസികളോടുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഖദീജ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ 4 സ്ത്രീകളാണ് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാക്കൾ എന്നാണ് പറയുന്നത്. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹയാണ്, മറ്റൊന്ന് മറിയം റളിയല്ലാഹു അൻഹയാണ്, അതുപോലെ തന്നെ ഫിർഔനിന്റെ ഭാര്യയാണ് മറ്റൊന്ന്, അതുപോലെ തന്നെ നബിയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ 4 പേരാണ്. അതിലൊന്നാണല്ലോ ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിത ചരിത്രം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും അതിന്റെ പല ഭാഗങ്ങളും നമ്മൾ കേട്ട് കാണും. പ്രിയമുള്ളവരെ, എത്ര കേട്ടാലും ഇന്ന് മുസ്ലിം കുടുംബങ്ങൾ പ്രത്യേകിച്ച് ആ സംഭവങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ടതുണ്ട്. കാരണം അത്രമാത്രം ഇന്ന് പ്രസക്തിയുണ്ടതിന്. കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ മഹത്തായ ചരിത്രം നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. തന്റെ ഭർത്താവിനോട് അവർക്കുണ്ടായിരുന്ന ആ സ്നേഹവും ഭർത്താവിന്റെ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രമാത്രം ആശ്വാസം, എത്രമാത്രം താങ്ങും തണലുമായി നിന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ സ്വഹീഹുൽ ബുഖാരിയിലെ 2605 നമ്പർ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി തങ്ങൾക്ക് വഹി ലഭിച്ചല്ലോ, എന്നിട്ട് റസൂലുള്ള പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് വരുന്ന രംഗമുണ്ടല്ലോ. നിങ്ങൾ ആലോചിക്കൂ, ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ സ്നേഹനിധിയായ ആ ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാ? ഭയന്നു പോയിട്ടുള്ള ഭർത്താവ്, പേടിച്ചു പോയിട്ടുള്ള ഭർത്താവ്, ആ ഭർത്താവിനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ഖാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കല്ലാ അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ.
ഖദീജ റളിയല്ലാഹു അൻഹ നബിയോട് പറയുന്ന കാര്യം അങ്ങനെയില്ല, നിങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല. അബ്ശിർ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക, സന്തോഷം കൊള്ളുക എന്നുള്ളതാണ്. അബ്ശിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾ അത് പ്രയോഗിക്കുന്നത് അത് പറയുമ്പോൾ തന്നെ കേൾക്കുന്ന ആളുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകും. ആ രൂപത്തില് അവരുടെ മനസ്സിൽ ആനന്ദമുളവാക്കുന്ന ഒരു പദപ്രയോഗമാണ് അബ്ശിർ. എന്നിട്ട് പറയുന്നു ഫവല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം, ലാ യുഖ്സീക അല്ലാഹു അബദ, അള്ളാഹു താങ്കളെ ഒരിക്കലും അപമാനപ്പെടുത്തുകയില്ല. ഫവല്ലാഹി ഇന്നക ലതസിലുർ റഹിം, വീണ്ടും പറയുകയാണ് അള്ളാഹു തന്നെയാണ് സത്യം, താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്. വതസ്ദുഖുൽ ഹദീസ്, സത്യസന്ധനാണ്, സത്യവർത്തമാനം പറയുന്ന ആളാണ്. അത് വർത്തമാനത്തില് സത്യസന്ധത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നയാളാണ് താങ്കൾ. വതഹ്മിലുൽ കല്ല, ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ നന്മകൾ പറയാ. ഇപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മുടെയൊക്കെ വീടുകളിൽ ഭാര്യയോട് പറയാണ് ഭർത്താവിന്റെ നന്മകളെ കുറിച്ച് പറയാൻ, ഭർത്താവിനോട് പറയാണ് ഭാര്യയുടെ നന്മകളെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ എഴുതാൻ എത്ര എണ്ണം എഴുതും. പക്ഷെ ഇവിടെ യാദൃശ്ചികമായിട്ട് വളരെ അവിചാരിതമായിട്ട് ഭയന്ന് വിറച്ചു വന്ന തന്റെ ഭർത്താവിനെ സംബന്ധിച്ച് ഭർത്താവിനോട് പറയാണ് അള്ളാഹു നിങ്ങൾ ഒരിക്കലും അപമാനപ്പെടുത്തുകയില്ല, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. ഇന്നക ലതസിലുർ റഹിം, കാരണം താങ്കൾ കുടുംബ ബന്ധം പാലിക്കുന്നവനാണ്, അതുപോലെ സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്നയാളാണ്. വതഹ്മിലുൽ കല്ല, താങ്കള് കല്ല്, ഇവിടെ വതഹ്മിലുൽ കല്ല് എന്ന് പറഞ്ഞാൽ അനാഥകളെ സംരക്ഷിക്കുന്നവനാണ്, അനാഥകളുടെ ദുഃഖങ്ങള് അത് അവരുടെ കണ്ണുനീരൊപ്പുന്നവനാണ് താങ്കൾ എന്നാണ് അതിന്റെ അർത്ഥം. അൽ കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം എന്ന ശരിക്കും അർത്ഥം. സിഖല്, അവരുടെ ഭാരം ചുമക്കുന്നവനാണ് താങ്കൾ എന്ന. വതക്സിബുൽ മഅദൂം, സഹീഹുൽ ബുഖാരിയിലെ വചനമാണ് പ്രിയമുള്ളവരെ. വതക്സിബുൽ മഅദൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നവനാണ്. വതഖ്രിൽ ലൈഫ്, അതിഥികളെ ആദരിക്കുന്നവനാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, കാലവിപത്തുകളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ സഹായ ഹസ്തങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ഒരുപാട് നന്മകൾ എടുത്ത് പറഞ്ഞ് പ്രവാചകൻ എങ്ങനെ ആശ്വസിപ്പിക്കുക. അവിടെ അവസാനിപ്പിച്ചു ഖദീജ റളിയല്ലാഹു അൻഹ? ഒരിക്കലുമില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ഫൻതലഖത് ബിഹി ഖദീജതു ഹത്താ അതത് ബിഹി വറഖത്ത് ബിൻ നൗഫൽ. വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ആളുടെ അടുക്കലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ നബിയെയും കൊണ്ട് പോകാൻ. കാരണം ആരായി വറഖത്ത് ബിൻ നൗഫല്? അത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ സഹോദരനാണ്, സഹോദരപുത്രനാണ്, അങ്ങനെ ഒരു ബന്ധുവാണ്. എന്നിട്ടോ അദ്ദേഹമാകട്ടെ ജാഹിലിയ കാലഘട്ടത്തില് ഈ ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള പ്രവാചകന്മാരുടെ അടുക്കല് ദിവ്യബോധനവുമായിട്ട് വരുന്ന വഹയുമായിട്ട് വരുന്ന മലായിക്കത്തുകളെ കുറിച്ചൊക്കെ അറിയാമെന്നുള്ള ധാരണയിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് നബിയെ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, അങ്ങനെ നബിക്ക് ആശ്വാസം നൽകുകയാണ്. അപ്പോ ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ ആ ഒരു ഭർത്താവിനോടുള്ള ഒരു ഹൃദയ ബന്ധം, ആ ഒരു കലവറയില്ലാത്ത സ്നേഹം, അത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കൂ, എത്ര കുടുംബങ്ങളാണ് വിവാഹം കഴിഞ്ഞ് 8 മാസം കഴിയുമ്പോഴേക്ക്, 6 മാസം കഴിയുമ്പോഴേക്ക്, 10 മാസം കഴിയുമ്പോഴേക്ക്, ഈ അടുത്തൊരു ചർച്ചയില് ഒരു സ്ത്രീ പറയുന്നത് ഞാൻ കേട്ടു. വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമാണ് അവര് ഭർത്താവിന്റെ കൂടെ നിന്ന്, എന്നിട്ട് കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഇന്നേക്ക് 9 വർഷം തികഞ്ഞുന്ന, ഇനിയും ആ കേസ് നടപടികൾ പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയായിട്ട് മറ്റൊരു വിവാഹം കഴിക്കാനൊന്നും അവർക്ക് സാധ്യമായിട്ടില്ല. ഇതുവരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആധുനിക സമൂഹത്തിലെ ചില കുടുംബങ്ങളുടെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ദയനീയമായിട്ടുള്ള അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ പിതാവും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് അള്ളാന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക.
ഖദീജ റളിയല്ലാഹു തആല അൻഹ, ആ ഖദീജ ബീവിയെ കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, നബിക്ക് അവരോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് നബിയുടെ മറ്റു ഭാര്യമാരൊക്കെ മനസ്സിലാക്കി. ആയിഷ റളിയല്ലാഹു തആല അൻഹ വളരെ ബുദ്ധിമതിയായ സ്ത്രീയാണ്, പണ്ഡിതയായിരുന്നു അവര് നബി ഇങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇങ്ങനെ പറയും. അങ്ങനെ പറയുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിൽ ഒരു തരം രോഷം ഉണ്ടാകും. എന്നിട്ട് അവര് തുറന്ന് പറയാണ്. സഹീഹുൽ ബുഖാരിയിൽ 3816 നമ്പർ വചനത്തിൽ അത് കാണാൻ വേണ്ടി കഴിയും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഖാലത്ത് മാഗിർതു അല ഇംറഅത്തിൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാഗിർതു അല ഖദീജ. നബിയുടെ പത്നിമാരില് ഖദീജ റളിയല്ലാഹു അൻഹയോട് ഞാൻ രോഷം കൊണ്ട പോലെ ഒരു പത്നിയോടും ഞാൻ രോഷം കൊണ്ടിട്ടില്ല. ഹലക്കത്ത് ഖബല അൻ യതസവ്വജനി. ആ ഖദീജയാകട്ടെ രോഷം കൊള്ളുക എന്ന് പറഞ്ഞാല് കൂടെ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ അപ്പോഴാണല്ലോ കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. എന്നാൽ അതുകൊണ്ടൊന്നുമല്ല അവരെ കുറിച്ച് പറയുന്നത് ഹലക്കത്ത് ഖബല അൻ യതസവ്വജനി എന്നാ. നബി എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിട്ടോ ലിമാ കുന്തു അസ്മഉഹു യദ്കുറുഹ, റസൂലുള്ള അങ്ങനെ അവരെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടാണ് എനിക്ക് രോഷം. എന്നിട്ടോ ഒരിക്കൽ റസൂലുള്ളാഹിനോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, വഅമറഹുല്ലാഹു അൻ യുബശ്ശിറഹാ ബിബൈത്തിൻ മിൻ ഖസ്വബിൻ. സഹീഹുൽ ബുഖാരിയിലെ വചനമാണ്, നബിയുടെ ഒരു ഹദീസാണ് പറയുന്നത്. അതായത് അല്ലാഹു തആല മുഹമ്മദ് നബിയോട് കൽപ്പിക്കുകയാണ്. എന്താ കൽപ്പന? നബിയെ അങ്ങയുടെ ഭാര്യയായിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. എന്താണ് സന്തോഷ വാർത്ത? അൻ യുബശ്ശിറഹാ ബിബൈത്തിൻ മിൻ ഖസബിൻ. ഖസബ് കൊണ്ടുള്ള എന്ന് പറഞ്ഞാല് പവിഴം കൊണ്ടുള്ള, മുത്തുകൾ കൊണ്ടുള്ള, പിന്നെ അന്തർഭാഗം ഉൾഭാഗം ജീവിക്കാൻ കൊള്ളുന്ന ഗോളാകൃതിയിലുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള നയനാനന്ദകരമായിട്ടുള്ള ഒരു മനോഹരമായ കൊട്ടാരം സ്വർഗത്തിൽ അവർക്കുണ്ട് എന്നാണ്, ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കുണ്ട് എന്നാണ്. ആ സന്തോഷ വാർത്തയാണ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പിന്നീട് പറയാണ്, നബിക്ക് അവരോടുള്ള ആ ഒരു സ്നേഹബന്ധമുണ്ടല്ലോ, ആ ഒരു ഹൃദയബന്ധമുണ്ടല്ലോ, ഇന്ന് എല്ലാ ദമ്പതിമാരും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് പറയുന്നത്? അതായത് റസൂലുള്ള ആടിനെ കറുത്തു കഴിഞ്ഞാലേ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളായിട്ടുള്ള ആളുകൾക്ക്, സഹോദരിമാർക്ക് ആ ആട്ടിന്റെ മാംസം അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന. എന്തുകൊണ്ടാണത്? അത് ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രമാണ് നബിക്ക് തന്റെ ഭാര്യയായിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹയോട് മരണപ്പെട്ട് വർഷങ്ങളായിട്ടും ആ പത്നിയോടുള്ള ഒരു സ്നേഹം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് ഇന്ന് നമ്മുടെ കുടുംബ ബന്ധത്തിൽ വേണ്ടത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വേണ്ടത്. ഈ ഒരു സ്നേഹബന്ധമാണ് പ്രിയമുള്ളവരെ, ആ ഒരു ഹൃദയ ബന്ധമാണ്. ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹം വേണം, ഭർത്താവിന് ഭാര്യയോടും സ്നേഹം വേണം. ഭർത്താക്കന്മാര് മനസ്സിലാക്കുക, ഭാര്യ എന്ന് പറയുന്നത് ഒരു ഉപകരണമല്ല, ഒരു യന്ത്രമല്ല, വീട്ടിലെ ജോലിയെടുക്കുന്ന അതിനുള്ള കൊണ്ടുവന്നൊരു യന്ത്രമല്ല. മറിച്ച് നബി അങ്ങനെയായിരുന്നു. നബി എന്താ? നബി വീട്ടിൽ വന്നാൽ വീട്ടുവേലയിൽ സഹകരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ ഹദീസ് വന്നിട്ടുണ്ട്. എന്താ പറയുക, അള്ളാഹുവിന്റെ റസൂല് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ചെരുപ്പ് തുന്നുക പോലും, അതുപോലെ പിന്നെ കീറിയ വസ്ത്രങ്ങൾ പോലും, അതിലൊക്കെ റസൂൽ ആടിനെ കറക്കും. അങ്ങനെയുള്ള പല തരം ജോലികളും അള്ളാഹിന്റെ റസൂൽ ചെയ്തിരുന്ന. അപ്പോ അങ്ങനെയാണ് ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹം, ഭർത്താവിന് ഭാര്യയോട് സ്നേഹം. നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ, ഒരിക്കല് ആയിഷ റളിയല്ലാഹു അൻഹ കരയാണ്. ഭാര്യ കരയാണ്. എപ്പോഴാ കരയുന്ന നിങ്ങള്? ഹജ്ജത്തുൽ വദാഇന് അള്ളാഹിന്റെ റസൂല് ഹജ്ജത്തുൽ വദാഇന് പോയിരിക്കാണ്. ആയിഷ ബീവിയും പോയിട്ടുണ്ട്. മക്കത്തെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ കരയുന്നതാ റസൂല കണ്ടത്. അപ്പൊ എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ആർത്തവം ഉണ്ടായിരിക്കുകയാണ്. ആർത്തവം ഉണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം,
തവാഫ് ചെയ്യാൻ പറ്റൂല. ഹജ്ജിന് ഉംറക്കൊക്കെ പോയി കഴിഞ്ഞാല് തവാഫ് ചെയ്യാൻ പറ്റൂല, നമസ്കരിക്കാൻ പറ്റൂല, നോമ്പ് നോൽക്കാൻ പറ്റൂലോ. അപ്പൊ ഈ ഹജ്ജിന്റെ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് തവാഫ് ചെയ്യാൻ പറ്റൂല. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ഭയന്നു. എന്താ ഭയക്കുന്നറിയങ്ങള്? ഇങ്ങനെ തവാഫ് ചെയ്യാൻ കഴിയാതെ എനിക്ക് പിന്നെ ഹജ്ജ് പൂർത്തീകരിക്കാൻ പറ്റാതെ ഇവിടെ നിന്ന് മടങ്ങേണ്ടി വരുമോ? അവര് മദീനയിൽ നിന്ന് മരുഭൂമിയിലൂടെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാ മക്കയിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ ത്യാഗനിർഭരമായ ആ യാത്ര, അത് റസൂലുള്ളാന്റെ ആ ഹജ്ജ്, ഒരുപാട് ആളുകൾ മദീനയിൽ നിന്ന് റസൂലുള്ളാന്റെ കൂടെ ഹജ്ജിന് വന്നിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് മാത്രം ഹജ്ജ് ചെയ്യാതെ മടങ്ങേണ്ടി വരുമോ? ഞാൻ നിർഭാഗ്യവതിയാണോ എന്നുള്ള ഒരു ചിന്ത അവരെ അലട്ടി. അവർ കരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ആയിഷ, എല്ലാ പെൺമക്കളും ആദമിന്റെ പെൺമക്കളാണ്. ആദമിന്റെ പെൺമക്കൾക്ക് എല്ലാവർക്കും ഈ ഹൈല് എന്ന് പറയുന്ന ആർത്തവം എന്നുള്ള ആ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് നീ കരയേണ്ടതില്ല. നീ തവാഫല്ലാത്ത ഹജ്ജിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് ആശ്വസിപ്പിക്കുക. അതാണ് പ്രിയമുള്ളവരെ ഒരു ഭർത്താവിന്റെ കടമ. ഭാര്യയുടെ മനസ്സിൽ സങ്കടമുണ്ട് എങ്കിൽ, ഭാര്യയുടെ ജീവിതത്തിൽ വിഷമുണ്ട് എങ്കിൽ അവളെ കൂടുതൽ അപമാനിക്കുകയോ നിനക്ക് അങ്ങനെ വേണമെന്ന് പറയുകയോ അല്ല, മറിച്ച് അവളുടെ തോളിൽ തട്ടി നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വാസത്തിന്റെ വചനങ്ങൾ നൽകുകയാണ് വേണ്ടത് എന്നുള്ളതാ. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നിങ്ങൾ നോക്കൂ, ഇന്ന് ഇപ്പോ ഭാര്യ ഭർത്തൃബന്ധം മാത്രമല്ല, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങള് ഏറെയേറെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് പ്രിയമുള്ളവരെ. വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ തള്ളിവിടുന്ന, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന, എന്ന് മാത്രമല്ല വീട്ടിൽ അവരുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആളുകൾക്ക് ഒരു ശല്യമാകുന്ന ഒരവസ്ഥ. അതൊരിക്കലും പാടില്ല. നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കുക. എന്താണ് മാതാപിതാക്കളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അങ്കബൂത്തിലെ 8-ാമത്തെ വചനമാണ്. വവസ്വൈനൽ ഇൻസാൻ, വവസ്വൈന, നാം വസിയ്യത്ത് ചെയ്തു എന്നാണ്. എന്താണ് ഈ വസിയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മനുഷ്യന്മാർ നിർബന്ധമായും, സത്യവിശ്വാസികൾ നിർബന്ധമായും സ്വീകരിക്കേണ്ടുന്ന, പുലർത്തേണ്ടുന്ന, അതിന് ബാധ്യതപ്പെട്ടിട്ടുള്ള ഒരു അള്ളാഹുവിന്റെ ഒരു സ്നേഹോപദേശമാണ്, നിർബന്ധമായ സ്നേഹോപദേശമാണ്. അതിനെ വസിയ്യത്ത് എന്ന് പറയുക. അങ്ങനെയുള്ള വസിയ്യത്താണ് എന്ത്? ഓരോ മനുഷ്യരോടും അവരുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. അതാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മോട് അറിയിക്കുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും കാരുണ്യത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, നല്ല വാക്കുകൾ കൊണ്ട് അവർക്ക് മനസ്സിൽ സന്തോഷം കൊടുക്കാൻ മക്കൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് വാർദ്ധക്യം വരുമ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായില് അത് വളരെ മനോഹരമായിട്ട് ഹൃദയസ്പൃക്കായിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അവസാനം എന്താ പറയുന്നത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഓരോ സന്താനങ്ങളും തന്റെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നാഥാ എന്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ റഹ്മാനേ എന്നുള്ള പ്രാർത്ഥന. അവര് എന്റെ ചെറുപ്പത്തില് എനിക്ക് ചെയ്തു തന്നിട്ടുള്ള സേവനങ്ങള്, കാരുണ്യങ്ങള്, അതിനേക്കാൾ എത്രയോ ഉപരിയായിക്കൊണ്ട് നീ അവരോട് കരുണ ചെയ്യണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അത് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂല് പറയണ്ടായി, മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടാല് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല, അവരുടെ കൂട്ടുകാരായിട്ടുള്ള ആളുകളെ പോലും നമ്മൾ ബഹുമാനിക്കുന്നത് ആ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെയും നന്മയുടെയും ഭാഗമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, വയസ്സായ പിതാവ്, ആ പിതാവിന് കൂട്ടുകാരുണ്ട്, പിതാവിന്റെ ചങ്ങാതിമാരുണ്ട്, അവര് നല്ല സൗഹൃദമാണ്. പക്ഷേ പിതാവ് മരണപ്പെട്ടു.
അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? മക്കൾ അവർക്ക് സാധിക്കുന്ന സന്ദർഭത്തിൽ തന്റെ സ്നേഹനിധിയായ പിതാവിന്റെ കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ച് ഇടക്കവർക്കൊരു സദ്യ കൊടുക്കുക, ഇടക്കവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക, അവർക്കൊരു നല്ല വാക്ക്, അത് നമ്മൾ ചെയ്യുക പ്രിയമുള്ളവരെ. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, നമ്മള് മാതാപിതാക്കളും മക്കളും മാത്രമല്ല, ജ്യേഷ്ഠാനുജന്മാർ. ഇപ്പൊ എന്താ പ്രശ്നം? എല്ലാവർക്കും ഞാൻ കുറഞ്ഞു കൊടുക്കുകയില്ല എന്നുള്ള ചിന്തയാണ്. അങ്ങനെ നിങ്ങൾ നോക്കൂ, ഒരു വീട്ടിലേക്ക് പുതിയ താമസം മാറുമ്പോൾ, ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു വിവാഹ നിശ്ചയത്തിന്റെ സമയത്ത് ജ്യേഷ്ഠാനുജന്മാർ പങ്കെടുക്കുന്നില്ല. ഇവിടെ ഒരാൾ പറയുകയുണ്ടായി, എന്തോ ഒരു നിസ്സാരമായ പ്രശ്നമാണ്, ഗൾഫിലേക്ക് തന്റെ അനുജനെ കൊണ്ടുവന്നു, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, അവര് നല്ല ബന്ധത്തിലായിരുന്നു, പിന്നീട് ജ്യേഷ്ഠന്റെ കടയിൽ നിന്ന് അനുജന് പോകാണ്. എന്തുകൊണ്ട്? ജ്യേഷ്ഠന്റെ പല സംസാരങ്ങളും പറ്റാത്തത് കൊണ്ട്, പല പ്രവർത്തനങ്ങളും പറ്റാത്തത് കൊണ്ട്. അങ്ങനെ അനുജൻ മറ്റൊരു കട ഓപ്പൺ ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ ജ്യേഷ്ഠൻ പറയാൻ, ഞാൻ മരണപ്പെട്ടാലും എന്റെ മയ്യത്ത് കാണാൻ പോലും അനുജന് വരരുതേ എന്ന് പറയാൻ. സഹോദരങ്ങളെ, എവിടെ പോയി നമ്മുടെ ഈമാൻ? എവിടെ പോയി നമ്മുടെ പരലോക ചിന്ത? എവിടെ പോയി നരകത്തെക്കുറിച്ചുള്ള ഭയം? അതാണ് നമ്മൾ ഓർക്കണം. ജ്യേഷ്ഠാനുജന്മാർ, അതുപോലെ തന്നെ സഹോദരി സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ബന്ധമുണ്ടല്ലോ, കുടുംബ ബന്ധം, അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല, അതിന് ഉലച്ചിൽ തട്ടാൻ വേണ്ടി പാടില്ല. ഭൗതികമായ കാര്യങ്ങളുടെ പേരിൽ, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ആ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല. നിങ്ങൾ നോക്കൂ, ഒരു മാതാപിതാക്കളൊക്കെ അന്യമതസ്ഥരാണെങ്കിൽ പോലും അവരോട് ബന്ധം പുലർത്തണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് ഓർക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആര് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ, ഫലിയസ്ല റഹിമഹു, അവൻ കുടുംബ ബന്ധം പാലിക്കട്ടെ എന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൽ വിശ്വാസമുള്ളവർ, അതുപോലെ തന്നെ അന്ത്യദിനത്തിലെ വിശ്വാസമുള്ളവർ, ഈമാനുള്ള മനുഷ്യര് അവരെന്താ ചെയ്യേണ്ടത്? കുടുംബ ബന്ധം പാലിക്കണം. ജ്യേഷ്ഠാനുജന്മാരും അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാവരുമായിട്ടും ഹൃദയ ബന്ധം, അത് നമ്മൾ ആ കർഷകൻ തന്റെ ചെടി നട്ട് വളർത്തി വലുതാക്കി അതില് ഫലങ്ങൾ കായ്ക്കുന്നത് വരെ അദ്ദേഹത്തിന് വിശ്രമമില്ലാതെ അധ്വാനിച്ച് നട്ടു വളർത്തിയതുപോലെ നമ്മൾ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളോടും ആ ബന്ധം നട്ട് നനച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് ഉണർത്തുവാനുള്ളത്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ആ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവും ബന്ധം മുറിക്കും എന്നാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹിന്റെ റസൂൽ പറയാൻ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാ. ഇപ്പം ഹജ്ജൊക്കെ ചെയ്യും, ഉംറകൾ ധാരാളം ചെയ്യും, നമസ്കരിക്കും, സുന്നത്ത് നോമ്പെടുക്കും, അയ്യാമുൽ ബീദ് 15 കഴിഞ്ഞ് 16-ാമത്തെ ദിവസം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ആളുകൾ സംശയം ചോദിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, ജ്യേഷ്ഠനോടോ അനുജനോടൊക്കെ പിണക്കത്തിലായിരിക്കും. പാടില്ല സഹോദരങ്ങളെ, നമ്മൾ മാറണം. കുടുംബ ബന്ധങ്ങൾ പാലിക്കുന്നതില് വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കണം. പരലോക വിജയത്തിന് അത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ അയൽവാസികളോടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരൊറ്റ ഹദീസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷയം ബോധ്യപ്പെടും. എന്താണെന്നറിയെങ്കിൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെക്കുറിച്ച് കേട്ടു. അദബുൽ മുഫ്രദ്, ഇമാം ബുഖാരി തങ്ങളുടെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് അൽ അദബുൽ മുഫ്രദ്. അതിൽ കാണാം, ഇന്ന ഫുലാനത്തൻ തഖൂമുൽ ലൈല വ തസൂമുൻ നഹാർ. ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവര് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കും. രാത്രി നമസ്കാരേ 5 നേരത്തെ ഫർള് മാത്രമല്ല, രാത്രിയില് നമസ്കരിക്കും. അതിന് നല്ല പ്രാധാന്യമാണ് അവർ കൊടുക്കുന്നത്. വ തസൂമുൻ നഹാർ, പകലില് നോമ്പ് നോക്കും. അവരെന്ത് ചെയ്യും? നന്മകൾ ധാരാളം ചെയ്യും, സദഖകൾ ചെയ്യും. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് നന്മകളുണ്ട്. പക്ഷേ അവളുടെ നാവ് കൊണ്ട് അയൽവാസികളെ ഉപദ്രവിക്കും. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിന്നാർ.
അവളിൽ നന്മയില്ല, അവൾ നരകവാസികളിൽപ്പെട്ടവളാണ്. പ്രിയമുള്ളവരെ, അയൽവാസികളെ ഉപദ്രവിച്ച ഒരു സ്ത്രീ നരകാവകാശിയാണ് എങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ളവരോട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ഉണർത്തുവാനുള്ളത്. ലോകത്തുള്ള അയൽവാസികൾ എന്ന് മാത്രമല്ല, കുടുംബ ബന്ധുക്കൾ എന്ന് മാത്രമല്ല, ഭാര്യയും ഭർത്താവും മാത്രമല്ല, മക്കളും മാതാപിതാക്കളും എന്ന് മാത്രമല്ല, എല്ലാ വിശ്വാസികളോടും ഹൃദയബന്ധം ഉണ്ടാകണം. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. യർമൂക്ക് രണാങ്കണം. ആ രണാങ്കണത്തിലെ കഥകൾ നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാകും. 3 സ്വഹാബിമാര്, ഒരു സ്വഹാബിയുടെ പേര് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ എന്നുള്ളതാണ്. മറ്റൊരു സ്വഹാബിയുടെ പേര് ഹാരിസ് റളിയല്ലാഹു അൻഹു എന്നാണ്. മൂന്നാമത്തെ സ്വഹാബിയുടെ പേര് അയ്യാഷ് ബിൻ അബീറ എന്നാണ് പേര്. ഈ 3 സ്വഹാബികള് അവര് അവിടെ വെട്ടേറ്റ് കിടക്കാൻ, മരണത്തോട് മല്ലടിച്ച് കിടക്കാൻ. ആ സന്ദർഭത്തില് ദാഹിച്ച് വലഞ്ഞ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു ദാഹജലത്തിനായിക്കൊണ്ട് യാചിച്ചു. അപ്പോൾ ഒരു സൈനികൻ അവർക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. സഹോദരങ്ങളെ, വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന സന്ദർഭത്തിലാണ് തൊട്ടപ്പുറത്ത് ഇക്രിമ റളിയല്ലാഹു തആല അൻഹു വെള്ളത്തിന് വേണ്ടി സൂചന നൽകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി ഹാരിസ് റളിയല്ലാഹു തആല അൻഹു ആജ്ഞാപിച്ചു, അല്ലെങ്കിൽ സൂചന നൽകി എന്നുള്ളതാണ്. അങ്ങനെ ഇക്രിമ റളിയല്ലാഹുവിന് വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ തൊട്ട് സമീപത്താണ് അയ്യാഷ് ബിൻ അബീറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വെള്ളത്തിനായി ദാഹിച്ച് കിടക്കുന്നത്. അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി സൂചന നൽകി. വെള്ളവുമായി അങ്ങോട്ട് എത്തിയപ്പോഴേക്കും അദ്ദേഹം മൃതിയടഞ്ഞു, അല്ലെങ്കിൽ ഷഹീദായി, രക്തസാക്ഷിയായി. തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴേക്കോ മഹാനായിട്ടുള്ള ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു, മഹാനായിട്ടുള്ള ഹാരിസ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ അന്ത്യലോകത്തേക്ക് യാത്രയായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ മഹത്തായ സംഭവം എന്താ പഠിപ്പിക്കുന്നത്? ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളോടും അനർഘമായിട്ടുള്ള, അനന്തമായിട്ടുള്ള, കലവറയില്ലാത്ത ഹൃദയബന്ധം കൊണ്ടാണ് മരണസമയത്ത് പോലും, മരണത്തിന്റെ വേവലാതിയും വെപ്രാളവുമുള്ള സമയത്ത് ദാഹജലം, ഒരിറ്റ് ദാഹജലം കുടിക്കാൻ വല്ലാത്ത മോഹം, വല്ലാത്ത ആവശ്യമുള്ള സന്ദർഭത്തില് അത് കിട്ടിയിട്ട് അത് കുടിക്കാതെ തന്റെ സഹോദരന് അവന്റെ ആവശ്യം നിറവേറട്ടെ എന്നുള്ള വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം. ആ സംഭവമൊക്കെ മഹത്തായ കാര്യമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയ ബന്ധങ്ങൾ നട്ട് നനച്ച് വളർത്തി പരിപാലിച്ച് അങ്ങനെ എല്ലാവരോടും നന്മയുള്ള പുഞ്ചിരിക്കുന്ന മനസ്സുകളായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.